വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറായി എന്നാണ് കേൾക്കുന്നത്. വൈകാതെ അത് പുറത്തുവിടും എന്നും വാർത്തകൾ വരുന്നു. എന്താണ് ബി.ജെ.പി ഒരു മുഴം മുമ്പേ നീട്ടിയെറിഞ്ഞിരിക്കുകയാണോ? ഈ രാജീവ് കേരളത്തിൽ പ്രസിഡന്റായി വന്നതിന് ശേഷം പൂർണ്ണമായി തന്നെ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ കാണുന്ന അതേ രീതി തന്നെയാണ് കേരളത്തിൽ നടപ്പിലാക്കുന്നത്. നമുക്കറിയാം, പല പാർട്ടികളും ഉത്തരേന്ത്യയിൽ നടപ്പിലാക്കുന്ന ഒരു രീതിയാണ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക, അവർ നിരന്തരം ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുകയെല്ലാം ചെയ്യുന്നത് ഉത്തരേന്ത്യയിൽ നാം കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് കൃത്യമായി നടപ്പിലാക്കിയത് ഉത്തർപ്രദേശിൽ SP ആണ്. SP അഖിലേഷ് യാദവിൻ്റെ നേതൃത്വത്തിൽ ഒരു വർഷത്തിന് മുൻപ് തന്നെ അവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയും അവർ പിന്നീട് നിരന്തരം പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി തന്നെയാണ് വലിയ രീതിയിൽ BJPക്ക് തിരിച്ചടി ഉണ്ടായത്. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് UP-യിലും മഹാരാഷ്ട്രയിലുമാണ് BJPക്ക് സത്യത്തിൽ പിന്നിലേക്ക് പോയത്. BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടാത്തതിന് കാരണം പരിശോധിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ UP-യിൽ ഉണ്ടായ തിരിച്ചടിയാണ്. UP-യിൽ ഏറ്റവും അധികം സീറ്റ് നേടുന്ന പാർട്ടിയായി അവിടെ ഇന്ത്യ മുന്നണി മാറുകയാണ്. ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസും ഉത്തർപ്രദേശിൽ ചത്ത പാർട്ടിയായിരുന്നു കോൺഗ്രസ്. ആ പാർട്ടിക്ക് തന്നെ അവിടെ ഒരു 7 സീറ്റിലേക്ക് മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞത് ഇത്തരം നീക്കങ്ങളായിരുന്നു. ആ ഒരു മോഡലാണ്, ഉത്തരേന്ത്യൻ മോഡലാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ഇനി മാസങ്ങളുണ്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങളുള്ളപ്പോൾ തന്നെ കൃത്യമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അതിവേഗം തന്നെ പ്രവർത്തിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നാം കാണുന്നത്. അതോടൊപ്പം തന്നെ ഇത് ഉത്തരേന്ത്യയിൽ മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നാം സുരേഷ് ഗോപിയിൽ കണ്ടതാണല്ലോ. തൃശ്ശൂരിൽ ഒരു 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി പരാജയപ്പെട്ടതിന് പിന്നാലെ തന്നെ അദ്ദേഹം അവിടെ നിന്ന് പ്രവർത്തിക്കുകയാണ്. അവിടുത്തെ ജനങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. പ്രഖ്യാപനം മാത്രം നടന്നില്ല, അവിടുത്തെ പാർട്ടിക്കാർക്കും അറിയാം, ജനങ്ങൾക്കും അറിയാം ഇവിടുത്തെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണ് എന്ന രീതിയിൽ. അങ്ങനെയാണ് ഇപ്പോൾ BJP, അത് അന്ന് തൃശ്ശൂരിൽ മാത്രമാണെങ്കിൽ ഇപ്പോൾ കേരളം മുഴുവനായി അത്തരമൊരു നീക്കം നടത്താനുള്ള ശ്രമത്തിലാണ് BJP. ആദ്യം 50 മണ്ഡലങ്ങളിലാണ് ലക്ഷ്യമിടുന്നത്. ആ 50 മണ്ഡലങ്ങളുടെ സ്ഥാനാർത്ഥികളെ ഉടൻ തന്നെ പ്രഖ്യാപിക്കും. അതിൽ മുൻപ് മത്സരിച്ച് മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ള മണ്ഡലങ്ങളിൽ ആ സ്ഥാനാർത്ഥികൾ തന്നെ മത്സരിക്കും. അതോടൊപ്പം തന്നെ ഈ ജാതി മത പരിഗണനകൾ നോക്കിയുമാണ് BJPയുടെ പുതിയ പ്രഖ്യാപനം ഉണ്ടാകുക. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് രാജീവ് ചന്ദ്രശേഖർ ഏറ്റവും കൂടുതൽ മുന്നേറ്റമുണ്ടാക്കിയ ഒരു നിയമസഭാ മണ്ഡലമാണ് നേമം. അവിടെ 22,000-ലധികം വോട്ട് നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തന്നെയായിരിക്കും ആ നേമം മണ്ഡലത്തിൽ മത്സരിക്കുക. നേമം നമുക്കറിയാം, പരമ്പരാഗതമായി തന്നെ BJPക്ക് വലിയ സ്വാധീനമുള്ള, കേരള ചരിത്രത്തിൽ ആദ്യമായി BJPക്ക് വിജയം നേടിക്കൊടുത്ത ഒരു നിയമസഭാ മണ്ഡലമാണത്. പിന്നീട് ഏറ്റവും എല്ലാവരും അത്ഭുതപ്പെടുത്തുന്ന ഒരു മണ്ഡലം വട്ടിയൂർക്കാവാണ്. ഈ 2016 തെരഞ്ഞെടുപ്പിൽ തന്നെ അവിടെ 2ാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കഴക്കൂട്ടത്തും 2ാം സ്ഥാനത്തെത്തി. ആദ്യമായി BJPക്ക് അക്കൗണ്ട് തുറക്കുമ്പോഴും അന്ന് വളരെയധികം സമയം ലീഡ് ചെയ്തിരുന്ന ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. അവസാന ഘട്ടത്തിലാണ് വട്ടിയൂർക്കാവിൽ പരാജയത്തിലേക്ക് പോകുന്നത്. അന്ന് കുമ്മനം രാജശേഖരൻ വിജയിക്കുമെന്ന് തന്നെയാണ് വട്ടിയൂർക്കാവിലെ എല്ലാ BJP അണികളും പ്രതീക്ഷിച്ചിരുന്നത്. അവസാന ഘട്ടത്തിൽ ഉണ്ടായ ചില വോട്ട് കച്ചവടമെല്ലാം പിന്നീട് CPM തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കുമ്മനത്തെ പരാജയപ്പെടുത്താനായി വോട്ട് കച്ചവടം നടത്തിയതായി CPM-ലെ നേതാക്കൾ തന്നെ തുറന്നു പറയുന്ന സാഹചര്യമുണ്ടായി. ആ മണ്ഡലത്തിൽ ആരാണ് മത്സരിക്കുമെന്നതാണ് ഇപ്പോൾ BJP-യിലെ ചോദ്യചിഹ്നമായിരുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം ഉയർന്നു വരുന്ന പേര് പത്മജ വേണുഗോപാലാണ്. ആദ്യഘട്ടത്തിൽ പത്മജയുടെ പേര് ഉയർന്നു കേട്ടിരുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ ഉയർന്നു കേൾക്കാൻ കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 തെരഞ്ഞെടുപ്പിൽ അവർ അവിടെ മത്സരിക്കുകയും 1000-ലധികം വോട്ടിനാണ് തോറ്റത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ വീണ്ടും പത്മജ രംഗത്ത് വരുമെന്ന രീതിയിലുള്ള നീക്കങ്ങളുണ്ടായിരുന്നു. പക്ഷേ പാരമ്പര്യമായി തന്നെ കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള ഒരിടമാണ് വട്ടിയൂർക്കാവ്. അതുകൊണ്ട് തന്നെ BJP ലക്ഷ്യമിടുന്നത് കോൺഗ്രസിൻ്റെ വോട്ടുകളാണ്. വട്ടിയൂർക്കാവിലെ കോൺഗ്രസിൻ്റെ വോട്ടുകൾ ലക്ഷ്യമിട്ട് അവിടെ വിജയിച്ച് കയറാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് പത്മജ വരുന്നു. പിന്നീട് അതിൻ്റെ സമീപത്തെ മണ്ഡലമായ കഴക്കൂട്ടത്ത് 2016 തെരഞ്ഞെടുപ്പിൽ BJPക്ക് വേണ്ടി വലിയ മുന്നേറ്റമുണ്ടാക്കിയ V മുരളീധരൻ തന്നെ മത്സരിക്കും. ആറ്റിങ്ങലിൽ നമുക്കറിയാവുന്നതാണ്, 2021 തെരഞ്ഞെടുപ്പിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടായിരുന്നു ആറ്റിങ്ങൽ മണ്ഡലത്തിൽ സുധീർ 2ാം സ്ഥാനത്തെത്തിയത്. അങ്ങനെ ഒരു മാറ്റമുണ്ടായപ്പോൾ അത് ജനങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ലായിരുന്നു. പല രാഷ്ട്രീയ നിരീക്ഷകരും ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. അങ്ങനെ BJP ആറ്റിങ്ങലിൽ വളർന്നു എന്ന് പറയുന്നതിനെ എതിർക്കുകയാണ് ചെയ്തത്.
പക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത് ആവർത്തിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ ഒരു മാറ്റം ആവർത്തിച്ചു. സംഭവിച്ചിട്ടുണ്ട്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഒന്നാമതായി. വി മുരളീധരൻ 1-ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു. ഒന്നാമതായി. അപ്പോൾ ആ മണ്ഡലത്തിൽ മുൻപ് 2021 മത്സരിച്ച പി സുധീർ തന്നെയാണ് ഇത്തവണയും സ്ഥാനാർത്ഥി. ആറ്റിങ്ങൽ സൂചിപ്പിച്ചപ്പോൾ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ 2 ഇടങ്ങളിലായിരുന്നു ലീഡ്. അതൊന്ന് ആറ്റിങ്ങലും പിന്നീട് കാട്ടാക്കടയുമാണ്. കാട്ടാക്കടയിൽ മുൻ തെരഞ്ഞെടുപ്പുകളെ പോലെ തന്നെ കൃഷ്ണദാസാണ് മത്സരിക്കാൻ സാധ്യത. കുമ്മനം രാജശേഖരൻ ആറന്മുളയിൽ മത്സരിക്കും. ശോഭാ സുരേന്ദ്രൻ കായംകുളം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് MD രമേശാണ്. MD രമേശുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എല്ലാ കാലത്തും അദ്ദേഹത്തിൻ്റെ തട്ടകം കോഴിക്കോടായിരുന്നു. കോഴിക്കോടാണ് അദ്ദേഹം തുടർച്ചയായി മത്സരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് ഇന്ന് തൃശ്ശൂർ കേന്ദ്രീകരിച്ചാണ് കേൾക്കുന്നത്. തൃശ്ശൂരിൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങളിൽ ആ ജില്ല ശ്രദ്ധിച്ചിരുന്ന ഒരു നേതാവാണ് MD രമേശ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ആ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനുള്ള സാധ്യതയും കൂടുതലായി കാണുന്നത്. നാം മറ്റൊരു കാര്യം പരിശോധിച്ചാൽ അറിയാം, അടുത്ത തെരഞ്ഞെടുപ്പ് കാലത്ത് BJPയുടെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും നിയമസഭയിൽ എത്തണമെന്നൊരു ചിന്ത BJPക്ക് ഇപ്പോഴുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും അധികം വിജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രധാന നേതാക്കളെ മത്സരിപ്പിച്ച് എങ്ങനെയെങ്കിലും നിയമസഭയ്ക്കുള്ളിൽ എത്തിക്കുക എന്നൊരു തീവ്ര ശ്രമത്തിലേക്കാണ് BJP പോകുന്നതെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അല്ലാതെ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കോഴിക്കോടൊന്നും BJPക്ക് വലിയ സ്വാധീനമില്ലാത്തൊരു ഇടമാണ്. പക്ഷെ അവിടെ നിന്നും തൃശ്ശൂർ പോലുള്ള ഒരു മണ്ഡലത്തിൽ എത്തിച്ച് സുരേഷ് ഗോപിക്ക് 10,000-ലധികം ലീഡുള്ള മണ്ഡലത്തിൽ എത്തിച്ച് അവിടെ വിജയിപ്പിക്കുകയാണ്. MD രമേശും രാജീവ് ചന്ദ്രശേഖരും ശോഭാ സുരേന്ദ്രനും K സുരേന്ദ്രനും വി മുരളീധരനും അടക്കമുള്ള കൃഷ്ണദാസും അടക്കമുള്ള എല്ലാ പ്രധാനപ്പെട്ട നേതാക്കൾ മത്സരിക്കുക മാത്രമല്ല അവർ നിയമസഭയ്ക്ക് ഉള്ളിലെത്തണമെന്ന രീതിയുണ്ട്. മുൻകാലങ്ങളിൽ ഏതെങ്കിലും സ്വാധീനം കുറഞ്ഞ മണ്ഡലങ്ങളിൽ ഇവരെ എത്തിച്ച് മത്സരിപ്പിക്കുകയും അങ്ങനെ പ്രാധാന്യം കുറച്ച് വോട്ട് വർധനവ് മാത്രം മതി എന്ന ചിന്തയാണ്. ഈ മണ്ഡലത്തിൽ നിന്നും ഈ ലിസ്റ്റിൽ നിന്നും മനസ്സിലാക്കുന്ന അവർ കൃത്യമായി തന്നെ നിയമസഭയ്ക്കുള്ളിൽ എത്തണമെന്ന് BJPക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ ഇവർ എത്തിയാൽ മാത്രമേ BJPക്ക് ഒരു സ്വാധീനം ഉണ്ടാവുകയുള്ളൂ. അത് നാം എന്തെല്ലാം പറഞ്ഞാലും ആദ്യമായി BJPക്ക് അക്കൗണ്ട് തുറന്ന രാജഗോപാലാണ്. പക്ഷെ രാജഗോപാലിന്റെ പ്രകടനം വിലയിരുത്തുകയാണെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം അല്ലെ, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു 50% പോലും നടന്നിട്ടില്ല. ആശാവഹമായ പുരോഗതി. അതുകൊണ്ട് തന്നെയാണ് 2021 വലിയ പരാജയം ആ മണ്ഡലത്തിൽ ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു അതുപോലെ തന്നെ ഒരു ശോഭാ സുരേന്ദ്രനെ പോലെയോ നമുക്ക് K സുരേന്ദ്രനെ പോലെയോ നിയമസഭയിൽ അദ്ദേഹം വലിയ രീതിയിൽ അഗ്രസീവായി പ്രതികരിക്കുന്നതൊന്നും നാം കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ ഒരു പ്രായത്തിന്റെ പ്രശ്നമുണ്ട്. എന്തായാലും അത്തരം പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇത്തരം നേതാക്കൾ ശോഭാ സുരേന്ദ്രനും K സുരേന്ദ്രനും വി മുരളീധരനും അടക്കമുള്ള നേതാക്കൾ നിയമസഭയിൽ വരികയാണെങ്കിൽ അത് BJPക്ക് വലിയ രീതിയിൽ നിയമസഭയ്ക്കുള്ളിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ കഴിയും. പ്രത്യേകിച്ചും BJPയുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യും. ഒരു പ്രതിപക്ഷ ശക്തിയായി വളർന്നു വരാൻ അവരെ വലിയ രീതിയിൽ സഹായിക്കും. അത്തരം നീക്കങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ 50-ലധികം മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനായി BJPയുടെ തീരുമാനമുണ്ടായിരിക്കുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പിൽ BJP രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങുന്നതെന്ന് ഈ നീക്കങ്ങളിലൂടെ തന്നെ മനസ്സിലാകും. അങ്ങനെ ഇരിക്കെ തന്നെ ചിലപ്പോൾ ഇത് കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കേന്ദ്ര നേതൃത്വം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ രീതിയിലുള്ള ഓരോ മണ്ഡലത്തിൽ നിന്നും 3 പേരെ സംസ്ഥാന നേതാക്കൾ നോമിനേറ്റ് ചെയ്യണം. സംസ്ഥാന കമ്മിറ്റി കൂടി 3 നേതാക്കളെ നോമിനേറ്റ് ചെയ്യുമ്പോൾ ആ 3 നേതാക്കളുടെ പേരല്ല, പിന്നീട് കേന്ദ്രം പുതിയ ലിസ്റ്റുമായി വന്ന് ഒരു മികച്ച സ്ഥാനാർത്ഥികളെയാണ് എല്ലാ ഇടങ്ങളിലും മത്സരിപ്പിച്ചത്. അത് CPMന്റെ അന്നത്തെ LDFന്റെ അന്നത്തെ കൺവീനറായിരുന്ന EP ജയരാജൻ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. എല്ലാ മികച്ച മിടുക്കന്മാരായ സ്ഥാനാർത്ഥികളെയാണ് BJP ഇപ്പോൾ മത്സരിപ്പിക്കുന്നതെന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് ശേഷം നാം അത് കാണുകയാണ്. 20%-ലധികം വോട്ടിലേക്ക് 20% വോട്ടിലേക്ക് അവർക്ക് എത്താൻ കഴിഞ്ഞു. 11 മണ്ഡലങ്ങളിൽ ഒന്നാമതും 8 മണ്ഡലങ്ങളിൽ രണ്ടാമതും എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള വലിയ മുന്നേറ്റത്തിന് കാരണം ഈ സ്ഥാനാർത്ഥിയാണ്. BJPയുടെ സ്ഥാനാർത്ഥികൾ മികച്ചതാണെങ്കിൽ അത് ഈ BJPയുടെ മാത്രമല്ലേ, ഏത് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ മികച്ചതാണെങ്കിൽ അവർക്കൊരു 10,000-20,000 വോട്ട് സ്വന്തം പെട്ടിയിലുണ്ടെങ്കിൽ അവർക്ക് വിജയിച്ച് കയറാമെന്ന സാഹചര്യത്തിലേക്ക് കേരളം മാറിയിട്ടുണ്ട്. മുൻകാലങ്ങളിലാണ് ഈ പാർട്ടി നോക്കി വോട്ട് ചെയ്യുന്നത്. ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും വിജയിച്ച് കയറാവുന്ന മണ്ഡലങ്ങൾ ഉണ്ടാകുന്നു. അതിപ്പോൾ കുറഞ്ഞു വരികയാണ്. എല്ലാ പാർട്ടിയും CPMനായാലും കോൺഗ്രസിലായാലും കുറഞ്ഞു വരികയാണ്. സ്ഥാനാർത്ഥിയെ നോക്കി വോട്ട് ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലേക്കാണ് കേരളം മാറുന്നത്.